അതുപോലെ ജോബ് പറഞ്ഞു കർത്താവ് തന്നു, കർത്താവ് എടുത്തു. അപ്പോൾ ഞാൻ സാവിച്ചേട്ടനോട് പറയും, നമുക്ക് ദൈവം തന്നു, ദൈവം എടുത്തു, അത് ദൈവത്തിന് മഹത്വം. അപ്പോൾ സാവിച്ചേട്ടൻ പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ എൻ്റെ കൂടെ സാവിച്ചേട്ടൻ പ്രാർത്ഥിക്കുക. ലാസ്റ്റ് ആയി കഴിഞ്ഞാൽ 31 മാർച്ച് ഞങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ്. ഞങ്ങളുടെ പ്രോപ്പർട്ടി ഒരു 25 കോടി രൂപയുടെ പ്രോപ്പർട്ടി ഞങ്ങളുടെ ബാങ്കിലുണ്ട്. ഞങ്ങളുടെ ബാങ്ക് ലോണ് 9 കോടി. അപ്പോൾ ബാങ്കിന് അവർ ഞങ്ങളെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യും, ഞങ്ങളിപ്പോൾ വന്നിട്ട് നിങ്ങൾ അറ്റാക്ക് ചെയ്യും, നിങ്ങളെ അറ്റാച്ച്മെൻറ്റ് ചെയ്യും എന്നും പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തു. അപ്പോൾ ഞാൻ മാതാവിനോട് ഒരു നിയോഗം വെച്ചിരുന്നു, എൻ്റെ കമ്പനിയുടെ അകത്ത് ബാങ്കുകാരും വരാൻ പാടില്ല, അത് അമ്മച്ചി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. അങ്ങനെ ആരും ഞങ്ങളുടെ ബാങ്ക് ലോണ് സെറ്റിൽമെൻറ്റ് ചെയ്യുന്നത് വരെ ആരും വന്നില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ കമ്പനി എല്ലാവരും വാങ്ങാൻ വരും. അപ്പോൾ ഏജൻറ്റുമാരെല്ലാം ഇങ്ങനെ ബാങ്ക് വെക്കുമ്പോഴത്തേക്കും എടുക്കാം, ഓപ്ഷന് വേണ്ടി വരുമെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കമ്പനി ഒരിക്കലും ഓപ്ഷനിൽ പോകത്തില്ല. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ നീ ആരുടെ മുമ്പിലും തല കുനിക്കാൻ നീ എനിക്ക് ഇടവരുത്തല്ലേ എന്ന്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ബാങ്ക്